വെൽക്കം ബാക്ക് ടു എജ്യൂബിൾസ് ലേണിംഗ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. കേരളത്തിലെ ഏക സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അഥവാ കേരള കേന്ദ്ര സർവകലാശാലയിലേക്ക് 4 വർഷത്തെ CUET UG വഴിയുള്ള ബിരുദ പ്രോഗ്രാമിനുള്ള അപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ അവിടേക്കുള്ള 4 വർഷത്തെ ITP പ്രോഗ്രാമിന് അപ്ലിക്കേഷൻ വിളിച്ചിരുന്നു. അത് 13-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് CUET എക്സാം എഴുതിയ ആളുകൾക്ക് CUET UG വഴി അവിടേക്കുള്ള 4 ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് UG പ്രോഗ്രാമുകൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. 4 എണ്ണമല്ല, കഴിഞ്ഞ വർഷം തന്നെ ഓൾറെഡി അവിടെ 4 എണ്ണം ഉണ്ടായിരുന്നു. ഈ വർഷം 2 എണ്ണം കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ടുള്ള ഡാറ്റാ സയൻസ് വിത്ത് AI-യും ഫിസിക്സ് വിത്ത് സെമി കണ്ടക്ടറും കൂടെ അവർ പുതുതായിട്ട് ഈ വർഷം പുതിയ 2 കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാലോ. കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ 2027ലേക്ക് CUET നോക്കുന്ന ആളാണെങ്കിൽ എജ്യൂബിൾസ് ലേണിംഗിൻ്റെ ലോങ് ടൈം ബാച്ച് ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത ബാച്ചിലേക്ക് അഡ്മിഷൻ ഇപ്പോൾ ഓൺഗോയിങ് ആണ്. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും CUET നോക്കുന്നുണ്ടെങ്കിൽ NCET എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എജ്യൂബിൾസ് ലേണിംഗ് നല്ലൊരു ഓപ്ഷനാണ്. താഴെ കമൻറ്റ് ബോക്സിലുള്ള നമ്പറിൽ കണക്ട് ചെയ്ത് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോയാലോ. നമുക്ക് 10-ാം തീയതിയാണ്, കഴിഞ്ഞ ദിവസമാണ് അപ്ലിക്കേഷൻസ് ആരംഭിച്ചിട്ടുള്ളത്. 17-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആണ്. അതുവരെ അപ്ലിക്കേഷൻ ചെയ്യാം. ഫീ ആയിട്ട് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് 500 രൂപയാണ്. OBCക്കും EWSനും ഒക്കെ 500 രൂപയാണ് വരുന്നത്. പിന്നെ SC/ST കാറ്റഗറിക്ക് ഫീ ഇല്ല. അതുപോലെ തന്നെ 100 രൂപ നിങ്ങൾ ഒരു പ്രോഗ്രാമിനാണ് 500 രൂപ. ഇനി രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീട് അഡീഷണൽ മറ്റൊരു പ്രോഗ്രാമിന് കൂടെ അപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 100 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഓക്കെ. അതുപോലെ തന്നെ 17-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ മാസം ജൂലൈ 17-ന് സമർത്ഥ് പോർട്ടൽ വഴിയാണ് അപ്ലിക്കേഷൻസ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു കുട്ടിക്ക് കറക്റ്റ് ഡോക്യുമെൻറ്റ്സ് ഇപ്പം കൊടുക്കാനാവില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു അണ്ടർടേക്കിംഗ് ഫോർമാറ്റ് ഉണ്ട് CU കേരളയുടെ തന്നെ. അതിൽ പേര് എഴുതിയിട്ട് അതിന് പകരം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് വെബ്സൈറ്റിൽ എന്തായിരിക്കും, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് 21 ജൂലൈയോ അല്ല 22 ജൂലൈക്കോ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതുപോലെ തന്നെ ആ റാങ്ക് ലിസ്റ്റിൽ ഏതെങ്കിലും കുട്ടി പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് ഓൺലൈൻ ഗ്രിവൻസ് മെയിൽ ചെയ്യാനുള്ളൊരു ഡേ ആണ് 23-ാം തീയതി. അങ്ങനെ 23-ാം തീയതി ഉച്ചയ്ക്ക് 12 വരെ നിങ്ങൾക്ക് admissions@cukerala.ac.in എന്ന് പറയുന്ന മെയിലിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അയക്കാം. നിങ്ങളൊരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നിട്ടില്ലെങ്കിൽ, ആ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്തിനാണ് വരുന്നത് വെച്ചാൽ ഫൈനൽ റാങ്ക് ലിസ്റ്റിൻ്റെ മുമ്പ് ഒരു പ്രൊഫഷണലായിട്ട് തരുന്ന അതിലെല്ലാ കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പം ഓൺലൈൻ ഗ്രീവൻസസ് അറിയിക്കാത്ത ആരെങ്കിലും ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടില്ലെങ്കിൽ അത് യൂണിവേഴ്സിറ്റി റെസ്പോൺസിബിൾ ആവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഏതൊക്കെ പ്രോഗ്രാമുകളാണ് ഉള്ളത്, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഈ വർഷം പുതുതായിട്ട് അവിടേക്ക് ആരംഭിച്ചിട്ടുള്ളത് 2 പ്രോഗ്രാമാണ്. ഒന്ന് BSc ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് കൊണ്ടുള്ളത്. അതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതേണ്ടത് ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷ് എഴുതണം. അതുപോലെ തന്നെ ഡൊമൈൻ സബ്ജക്റ്റിൽ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ കമ്പ്യൂട്ടർ സയൻസോ എഴുതിയിരിക്കണം. അതോടൊപ്പം തന്നെ ഇതിലേതെങ്കിലും ഒന്ന്, ഞാൻ ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയിരിക്കുക. അതിനോട് കൂടെ മാത്സ് എഴുതിയിരിക്കുക. ഓക്കെ. മാത്സും മേലെ പറഞ്ഞ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ എന്തായാലും എഴുതിയിരിക്കണം. പിന്നെ വരുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത് +2 പാസ്സായിരിക്കണം. നിങ്ങൾ സ്റ്റേറ്റോ CBSE ഏതായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ 50% മാർക്ക് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സയൻസ് സ്ട്രീം തന്നെയായിരിക്കണം പഠിച്ചിരിക്കുന്നത്. മാത്തമാറ്റിക്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുകയും വേണം. SC/ST കാറ്റഗറിക്ക് 41% മാർക്ക് ഉണ്ടായാലും മതി. ഇനി BSc ഹോണേഴ്സ് ഫിസിക്സ് വിത്ത് സെമി കണ്ടക്ടേഴ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് എന്തായാലും എഴുതിയിരിക്കണം. ഡൊമൈൻസിൽ ഫിസിക്സ് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. അതോടൊപ്പം തന്നെ മാത്സ് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഇതാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷന് വേണ്ടത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സയൻസിൽ പഠിച്ചിരിക്കണം. പക്ഷേങ്കിൽ ഡാറ്റാ സയൻസിന് മാത്സ് മാത്രമേ കമ്പൾസറിയായി പഠിക്കണം എന്ന് പറയുള്ളൂ. പക്ഷേങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ നിർബന്ധമായിട്ടും ഫിസിക്സും മാത്സും കെമിസ്ട്രിയും നിങ്ങൾ നിർബന്ധമായിട്ടും +2 പഠിച്ചിരിക്കണം. അങ്ങനത്തെ ഒരാളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഈ വർഷം ആരംഭിച്ചിട്ടുള്ള പുതിയ പ്രോഗ്രാമുകൾ. ഇനി കഴിഞ്ഞ വർഷം നേരത്തെ തന്നെ അവിടെയുള്ള പ്രോഗ്രാമുകളാണ് BCA ഹോണേഴ്സ്, BCom ഫൈനാൻഷ്യൽ അനലിറ്റിക്സ്, BSc ബയോളജി, ഇനി BA ഇൻ്റർനാഷണൽ റിലേഷൻസ്. ഓക്കെ. ഇതിൻ്റെയൊക്കെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് BCAക്കാണെങ്കിൽ ഇംഗ്ലീഷ് എഴുതുക, പിന്നെ ഫിസിക്സോ കെമിസ്ട്രിയോ അക്കൗണ്ടൻസിയോ മാത്തമാറ്റിക്സോ കമ്പ്യൂട്ടർ സയൻസോ എഴുതുക, ജനറൽ ടെസ്റ്റ് എഴുതണം. 3 സബ്ജക്റ്റാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഇതിലും കമ്പ്യൂട്ടർ സയൻസ് ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ പോയാൽ അവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന ഭാഗത്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ലഭ്യമാകുന്നതാണ്. BComന് കൃത്യമായിട്ട് പറയുന്നത് ഇംഗ്ലീഷ് എഴുതണം,
അക്കൗണ്ടൻസി അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് എഴുതണം, ജനറൽ ടെസ്റ്റ് എഴുതണം. ഇനി പ്ലസ് ടുവിൽ ഏത് സ്ട്രീം ആയാലും കുഴപ്പമില്ല, സയൻസോ ആർട്സോ കൊമേഴ്സോ ആയാലും കുഴപ്പമില്ല. ഇനി അടുത്ത ബയോളജിക്കാണെങ്കിൽ ഇംഗ്ലീഷ്, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി, ജനറൽ ടെസ്റ്റ്, ഇത് 3 എണ്ണമാണ്. പിന്നെ പ്ലസ് ടുവിൽ എന്തായിരിക്കണം, സയൻസ് സ്ട്രീമിൽ ബയോളജിയോ സുവോളജിയോ ബോട്ടണിയോ മാൻഡേറ്ററി സബ്ജക്റ്റ് ആയ നിലക്ക് നിങ്ങൾ പാസ്സായിരിക്കണം 50% മാർക്കോട് കൂടെ. പിന്നെ BA ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണെങ്കിൽ 3 ഒറ്റ കോമ്പിനേഷൻ അവിടെ ഉള്ളൂ, ഇംഗ്ലീഷ്, പൊളിറ്റിക്സ്, ജനറൽ ടെസ്റ്റ്. ഇത് 3 എഴുതിയവർക്ക് BA ഇൻ്റർനാഷണൽ റിലേഷൻസ് അപ്ലൈ ചെയ്യാം. അത് ഏത് കാറ്റഗറി ഏത് സ്ട്രീം ആയാലും കുഴപ്പമില്ല, 50% മാർക്ക് ഉണ്ടായാൽ മതി. ഓക്കെ. പിന്നെ അതിന് ഒരു ഏജ് ക്രൈറ്റീരിയ പറയുന്നുണ്ട് BA ഇൻ്റർനാഷണൽ റിലേഷൻസിന്. അത് പറയുന്നത് 2026 ഈ മാസം 1-ാം തീയതിയോടുകൂടെ 19 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത് എന്തായിരിക്കണം, കംപ്ലീറ്റ് ആവരുത്. അപ്പോൾ 19 വയസ്സിൻ്റെ താഴെയുള്ള ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനാവുള്ളൂ. ഓക്കെ. 19 വയസ്സ് കംപ്ലീറ്റ് ആവരുത് എന്നേ ഉള്ളൂ. ഓക്കെ. ഇതാണ് ഇത്രയും ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ സയൻസ് സ്ട്രീമിൽ തന്നെ വേണമെന്നുള്ളത് BCAക്കും അതുപോലെ തന്നെ ബയോളജിക്കാണ് സയൻസിൽ. കൊമേഴ്സ് ആയാലും കുഴപ്പമില്ല. BCAക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നത് സയൻസ് വിത്ത് മാത്തമാറ്റിക്സ് ഓർ കൊമേഴ്സ് വിത്ത് അക്കൗണ്ടൻസി ഓർ ഇക്വലൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം ഇത്രയും ആണ് കോഴ്സിൻ്റെ ഒരു ക്രൈറ്റീരിയ, എലിജിബിലിറ്റി ഒക്കെ പറയുന്നത്. പിന്നെ അവരുടെ സീറ്റ് അലൊക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം OBC ജനറൽ കാറ്റഗറി ആണെങ്കിൽ അവർക്ക് OBC ആണ് 27%, SC ആണ് 15%, ST 7.5, EWS 10%. ഇങ്ങനെയാണ് ടോട്ടൽ സീറ്റ് വരുന്നത്. IRന് ഇൻ്റർനാഷണൽ റിലേഷൻസ് 40 സീറ്റും, BCAക്ക് 60, BCom ഫൈനാൻഷ്യൽ അനലിറ്റിക്സിന് 60, ബയോളജിക്ക് 60, ഡാറ്റാ സയൻസിന് 60, പിന്നെ അതുപോലെ തന്നെ ഫിസിക്സ് വിത്ത് സെമി കണ്ടക്ടേഴ്സിനും 60. ഇതിൽ 25 സീറ്റുകൾ വീതം ജനറൽ കാറ്റഗറിക്കും, 16 സീറ്റുകൾ വീതം OBC, 9 സീറ്റ് SC, STക്ക് 4, EWSന് 6 സീറ്റ്. ഇങ്ങനെയാണ് സീറ്റ് അലൊക്കേഷൻസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. 21-നായിരുന്നു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരിക, 23-ന് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും, 24-ന് പ്രൊഫഷണൽ അഡ്മിഷൻ നടക്കും, 26 വരെ ഫസ്റ്റ് ഫേസ്, 27 മുതൽ 28 വരെ സെക്കൻഡ് ഫേസ്, 29 മുതൽ 31 വരെ തേർഡ് ഫേസ്. അതുപോലെ തന്നെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഫൈനൽ അഡ്മിറ്റ് സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് അവരുടെ സെൻറ്ററിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത് 3 ഓഗസ്റ്റാണ്. 3 ഓഗസ്റ്റോട് കൂടെ കംപ്ലീറ്റ് പ്രൊസീജിയർ അവസാനിക്കും. അപ്പോൾ അതിന് മുമ്പ് എല്ലാതും 29 ജൂലൈക്ക് തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ ഫീസ് സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. കംപ്ലീറ്റ് ഫീസ് സ്ട്രക്ചർ CU കേരളയുടെ സൈറ്റിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ്സ് കൂടെ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഈ അണ്ടർടേക്കിംഗ് ഫോർമാറ്റ് വഴിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അവിടേക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങളുടെ ജസ്റ്റ് സീരിയൽ നമ്പറും ആ ഒരു സർട്ടിഫിക്കറ്റും കൊടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റിൻ്റെ പകരമായിട്ട് ഈ അണ്ടർടേക്കിംഗ് ഫോർമാറ്റ് അവിടെ സബ്മിറ്റ് ചെയ്താൽ മതി. ഈ ഒരു രീതിയാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ admission.cukerala.ac.in എന്ന് പറയുന്ന ഈ ഒരു മെയിലിലേക്ക് CUT അപ്ലിക്കേഷൻ നമ്പറും നെയിമും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് നിങ്ങൾ ഒരു മെയിൽ അയച്ചാൽ മതി അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എന്തെങ്കിലും. അപ്പം ഇതിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ CU കേരളയുടെ സമർത്ഥ പോർട്ടലിൽ കയറിയിട്ടാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യണം, OTP വെരിഫൈ ചെയ്യുക, പോർട്ടൽ ലോഗിൻ ചെയ്യാം, പേഴ്സണൽ ഡീറ്റെയിൽസ് ആദ്യം കൊടുക്കുക, പിന്നെ പ്രോഗ്രാം സെലക്ട് ചെയ്യുക, പിന്നെ നിങ്ങളുടെ 10+2 അക്കാഡമിക് ഡീറ്റെയിൽസ് കൊടുക്കുക, പിന്നെ ഫോട്ടോ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യുക, അപ്ലിക്കേഷൻ പ്രിവ്യൂ ചെയ്യുക, പിന്നെ ഫീ പേയ്മെൻറ്റ് കൊടുക്കുക, പിന്നെ ഫൈനൽ സബ്മിഷൻ. ഇതാണൊരു മൊത്തം ഒരു പ്രൊസീജിയർ വരുന്നത്. അപ്പം ഏറ്റവും അവസാനം അപ്പോൾ നിങ്ങൾ താഴോട്ട് പോയാൽ നിങ്ങൾക്ക് ലോഗിൻ്റെ കാണാം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ഫോർ അഡ്മിഷൻ ഇവിടെ അപ്പം നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾ ഓൾറെഡി ഇതിൽ നേരത്തെ ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് നിങ്ങളൊരു പോർട്ടൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഡെഡ് ലൈന് കാര്യങ്ങളൊക്കെ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ CU കേരള ചൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി എടുത്തു വെക്കാം. ഓക്കെ. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിർത്തുന്നു.